വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നാണ് എൻ്റെ 11th ബോർഡ് റിസൾട്ട്സ്. അപ്പോൾ നിങ്ങൾ 10th കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു 11th സ്റ്റാൻഡേർഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതേ മാർക്ക് അതൊന്നുമില്ല. എനിക്ക് 11th യാതൊരു എക്സ്പെക്ടേഷൻസും ഇല്ല. ലൈക്ക് 10th ഒരു ഇത്ര മാർക്ക് വരും എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് 11th യാതൊരു എക്സ്പെക്ടേഷൻസും ഇല്ല. എന്താണോ അത് ആസ് ഇറ്റ് ഈസ് അക്സെപ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആസ് യൂഷ്വൽ നമുക്ക് ടി എൻ റിസൾട്ട്സൊക്കെ 9:30 വരണം. അപ്പോൾ അതേപോലെ ഇതും 9:30 ഇപ്പോൾ കുറച്ച് ഇനി എത്ര മിനിറ്റിൻ്റെ കുറച്ച് സമയമല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അയ്യോ വന്നാ രജിസ്ട്രേഷൻ നമ്പർ അയ്യോ ചേച്ചി മന്ത്ലി 07 ഇട്ടു. തെറ്റ് ഇതാക്ക് 13, 12, 2007 അല്ലേ. ഗെറ്റ് മാർക്സ് കിടക്കാനേ. അയ്യോ പ്ലീസ് എൻ്റർ അറ്റ്ലീസ്റ്റ് 10 letters in the DOB field. ഓ അടിക്കണാ 13 അവനൊക്കെ ഫസ്റ്റ് തുടങ്ങും. വരുമോ? കുഴപ്പമില്ല, എക്സ്പെക്ടഡ് ആയിരുന്നില്ല. കുഴപ്പമില്ല. 528 കുഴപ്പമില്ല. നമ്മളതിന് ഓക്കെ. 550 ആമാ അവൻ അപ്പൊ ഫസ്റ്റേ പറഞ്ഞത് 550 എന്ന്. ഇങ്ങനെ എൻ്റെ മാർക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ചെറുതായിട്ടുള്ള സാഡാണ്. ബിക്കോസ് എൻ്റെ ഇൻഡിവിജ്വൽ മാർക്ക് നോക്കുമ്പോൾ എനിക്ക് ഫിസിക്സിലും ഇംഗ്ലീഷിലും നല്ല കുറവുണ്ട്. അതുകൊണ്ട് ആ 2 സബ്ജക്റ്റിൽ മാത്രം ഞാൻ റീവാലുവേഷൻ കൊടുത്താലോ എന്ന് ആലോചിക്കുക. സോ അതുകൊണ്ട് അത് മാത്രം കൊടുക്കണം. നമ്മൾ സ്കൂളിൽ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു. അവർ പറഞ്ഞു വിളിക്കുമ്പോൾ നമുക്ക് നോക്കിയിട്ടിടാം, ചുമ്മാ നമ്മൾ ഇടണം, നമുക്ക് നോക്കിയിട്ട് നമുക്കിടാം എന്ന് പറഞ്ഞു. സോ അതിന് വേണ്ടി നമുക്ക് ചിലപ്പോൾ ആ 2 സബ്ജക്റ്റിൽ മാത്രം റീവാലുവേഷൻ ഇടും. സോ അങ്ങനെയാണ്. അതെല്ലാം കുഴപ്പമില്ല. ലൈക്ക് ഞാൻ 10th ആ ഹാർഡ് വർക്ക് ഞാൻ 11th ഇട്ടില്ല. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് 550 ഒന്നും എക്സ്പെക്ട് ചെയ്തു. ലൈക്ക് 535, 40 അതെങ്കിലും വരും എന്ന് വിചാരിച്ചു. പക്ഷെ അതിനെക്കാട്ടും ലൈക്ക് ഈ ഒരു ഞാൻ എക്സാം എഴുതിയ ആ ഒരു ഇതിൽ ഞാൻ അതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ കുഴപ്പമില്ല. ഐ ആം 50-50. ഐ ആം ഹാപ്പി ബട്ട് ഐ ആം സാഡ്. ആ ഒരു രീതിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു മാർക്ക് വന്നെങ്കിൽ ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ഞാൻ കാണിക്കാം എന്താണ് മാർക്ക് എന്നൊക്കെ. അത്രയ്ക്കേ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുക. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇതേപോലെ 11th എഴുതിയിട്ടുണ്ടെന്ന് വെച്ചാൽ അവരുടെ മാർക്ക് എന്താണെന്നൊക്കെ നിങ്ങൾ കോമെൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. മറ്റൊരു നല്ലൊരു വ്ളോഗായിട്ട് വരാം. ടാറ്റ ആൻഡ് സബ്സ്ക്രൈബ്.